വീഡിയോ എടുക്കുന്ന ആളെ പറഞ്ഞോളൂ, എന്താ നീ ആക്കുന്നത്? അത് മട്ടനല്ലേ, തിന്നുമ്പോ എന്താന്നില്ല പറഞ്ഞോ. Hello guys, welcome back to another YouTube channel. So today we are going to make some mutton chops, which are my favorite Arabican dish. So today we are going to make it homemade. So last week we went to the Shoprix and we bought some mutton ribs. Now we are going to make the best mutton chops I ever tried homemade. So let's get into the video. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഡിന്നറിൻ്റെ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആട്ടോ ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ലത്. ഇന്നത്തെ നോമ്പ് തുറന്നതിന് ശേഷം ഡിന്നറിന് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ മട്ടൻ്റെ ചോപ്സാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഗ്രില്ല് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഗ്രില്ലഡ് ഐറ്റംസ്, അറബിക് ഫുഡ് ഐറ്റംസ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ നമ്മൾ നോർമലായിട്ട് എന്തുണ്ടാക്കി കൊടുത്താലും പറയും വേണ്ട അത് വേണ്ട എന്നൊക്കെ. അപ്പോൾ ഞാൻ അധികം ആ ഒരു ടൈപ്പിലുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കലാട്ടാ വീട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു മട്ടൻ്റെ ചോപ്സ് വാങ്ങിയിട്ട് ഗ്രില്ല് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇവിടെ ഇപ്പം ഞാനൊരു 1/2 kg മട്ടൻ്റെ റിബ്സാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇവന് നല്ലോണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആശ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് മട്ടൻ്റെ ചോപ്സ് വേണമെന്ന്. അങ്ങനെ തൽക്കാലം ഒപ്പിച്ച് വാങ്ങിയതാണ്. ഇതിനേക്കാളും നല്ല പീസായി വേണം നമുക്ക് മട്ടൻ ചോപ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം കഴിക്കാൻ രസമുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ പീസ് റിബ്സിൻ്റെ പീസാണ് മട്ടൻ ചോപ്സ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലതെന്ന്. So people who cut from there, they're like cutting it on a log. So my mom is now cleaning the mutton because the dust on. So now my mom is cleaning the mutton because when they are cutting the mutton, they are using this big log piece. So when they're cutting it into pieces like really hardly, the dust of the trees dust gets into our mutton. So now my mom is cleaning it. As you can see here, she's now cleaning it and giving it a shape of the chops, the ribs. So now my mom is adding some seasoning to our mutton ribs, some chili flakes, pepper powder, and some maida pudi, turmeric powder, and some salt. ഇവിടെ ഇപ്പം ഞാൻ നല്ല ഒത്തൻറ്റിക് വേയിലാട്ടാ മട്ടൺ ഗ്രില്ല് ചെയ്തെടുക്കുന്നില്ലത്. ചാർക്കോളൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നില്ലത്. പക്ഷേ ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം നമുക്ക് കുറേ സമയം ഗ്രില്ലിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് മട്ടൺ വേവിച്ചെടുക്കുന്നുണ്ട്. ഒന്നും ചേർക്കുന്നില്ല, കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മട്ടനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാട്ടാ ഞാൻ മട്ടൺ കുക്ക് ചെയ്യാൻ വെക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഞാനിതിനെ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിരുന്നു. മട്ടൺ നല്ല കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം.
So now my mom is putting the mutton. So now my mom has put our mutton ribs to cook. So it'll take a while. അതിനുശേഷം ഞാൻ ഉണ്ടാക്കുന്നത് കുബൂസാണ്. അപ്പം കുബൂസ് പുറത്തുനിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുബൂസും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി നോക്കാം. കുബൂസിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കെല്ലാം നമ്മൾ മാവ് കുഴക്കൂലേ, ആ ഒരു പരുവത്തിലേക്ക് നമ്മളിത് കുഴച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് എത്രയാണോ പൊടികൾ ഇട്ടിട്ട് ആവശ്യം വരുന്നത് അതാട്ടോ ഇതിൻ്റെ കണക്ക്. കാരണം ഓരോ മൈദക്കും വെള്ളത്തിൻ്റെ അളവിന് ഓരോ അളവാണ് വരുന്നത്. അതുകൊണ്ട് ഒരു കറക്റ്റ് അളവ് പറയുന്നില്ല. നമ്മൾ ഒരു ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ നമ്മൾ എത്ര ടൈറ്റിലാണ് ഡോ കുഴച്ചെടുക്കുന്നത്, ആ ഒരു ടൈറ്റ് മതി നമുക്ക് കുബൂസ് ഉണ്ടാക്കാനുള്ള ഡോക്കും. കുറച്ചും കൂടി ഒന്ന് ഈസ്റ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് അതെന്തായാലും ആ ഡോ ഒരു സോഫ്റ്റ് ആയിരിക്കും. മാവ് കുഴക്കുമ്പം തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇതിനെ പരത്തിയെടുക്കണം. ഏകദേശം 2 മണിക്കൂറെങ്കിലും നമുക്കിത് പൊങ്ങാൻ വെച്ച് കൊടുക്കണം. ഇപ്പം ചൂടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പൊങ്ങി കിട്ടും. ഞാൻ ബാക്കിയിലെ പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പൊങ്ങിയിട്ട് പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായ കുബൂസായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയത്. ഇനിയിപ്പോൾ ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കുബൂസ് ചുട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചൂടൂല അതുപോലെ തന്നെ, പക്ഷെ നല്ലോണം നൈസാക്കിയിട്ട് പരത്തണ്ട, കുറച്ച് കനം കൂട്ടിയിട്ട് പരത്തിയിട്ട് നമുക്ക് കുബൂസ് ചുട്ടെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഓരോ പണികളായിട്ടാണ് ഇത് ചെയ്തത്. ഇത് ചെയ്തിട്ട് വേറെ സലാഡ് കട്ടിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പം ആ കുബൂസിൻ്റെ ഇത് റെസിപ്പി മാത്രം ആദ്യം എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി സോഫ്റ്റായ കുബൂസ് റെഡിയാക്കി. ഇനിയിപ്പോൾ സലാഡ് ഉണ്ടാക്കലാണ്. അപ്പോൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും അറബിക് സലാഡ് തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, ഫത്തൂഷ്. അപ്പോൾ അതിനായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ഫത്തൂഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത വെജിറ്റബിൾസ് കക്കിരി, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ലെച്ചൂസിൻ്റെ ലീഫില്ലേ അതും, പിന്നെ ആ റെഡ് ക്യാരറ്റ് വരുന്നില്ല അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ഉറുമാമ്പഴം വേണം. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഉറുമാമ്പഴം വാങ്ങിയെന്നാണ് എൻ്റെ വിചാരം. ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഫ്രിഡ്ജിൽ തപ്പുമ്പോഴത്തേക്ക് ഉറുമാമ്പഴമില്ല. അപ്പോൾ അതെന്തോ എനിക്ക് മിസ്സായിപ്പോയി. അപ്പോൾ പിന്നെ ഞാനത് അവിടെ സ്കിപ്പ് ചെയ്തു. അതിന് പകരം വേറെ എന്തെങ്കിലും ഫ്രൂട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ വെച്ച് വേണ്ട, അങ്ങനെ ചെയ്യണ്ട, അതില്ലാതെ തന്നെ സലാഡ് ഉണ്ടാക്കി എടുക്കാമെന്ന്. അപ്പോൾ സലാഡിൻ്റെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഇതിലേക്ക് നമുക്ക് കുബൂസ് പൊരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വാങ്ങിയ കുബൂസില്ല അതന്നെ കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സലാഡിലേക്ക് കുബൂസ് പൊരിച്ച് ചേർക്കൽ നിർബന്ധം കേട്ടോ. അതില്ലെങ്കിൽ നമുക്ക് ഈ സലാഡിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഉറുമാമ്പഴത്തിൻ്റെ സിറപ്പാണ്, പൊമഗ്രാനേറ്റ് മൊളാസസ് എന്നാണ് പറയല്. അതുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ കുബൂസ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഞാനൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ മട്ടന് അതും നല്ല കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് അതും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗം ഞാൻ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ കുബൂസ് പൊരിച്ചെടുക്കലാണ്. ചൂടായ എണ്ണയിലേക്ക് കട്ട് ചെയ്ത കുബൂസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. ഭയങ്കര ക്രിസ്പി ആയിട്ട് വെറുതെ കഴിക്കാനെന്നെ നല്ല രസമായിട്ടാണ്. ഈ ചിപ്സ് കുബൂസിനെ നമ്മൾ ചിപ്സാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുബൂസ് നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടാകുമ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റി എടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് മാറ്റിയിടാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് വാർന്നു പോവും.
ഇനിയിപ്പോൾ മട്ടൺ ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രില്ലിൻ്റെ ചാർക്കോൾ കത്തിച്ചെടുക്കലാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചാർക്കോൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തീ കത്തിച്ചിട്ട് നല്ല കനലാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പണികളൊക്കെ കൈ എടുക്കുമ്പോൾ. അപ്പോൾ ചാർക്കോളൊക്കെ കത്തിച്ചിട്ട് കനലാകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ അകത്തേക്ക് വീണ്ടും വന്നു. കാരണം നമ്മൾ ചാർക്കോളിൻ്റെ തീയൊക്കെ കത്തിച്ചത് പുറത്തുനിന്ന് കേട്ടോ. അപ്പം പിന്നെ അതവിടെ വെച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് തന്നെ വന്നിട്ട് ഒന്ന് സലാഡ് ഒന്ന് റെഡിയാക്കി വെക്കലാന്ന്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന്. അപ്പോൾ ഇതാ ഈ നമ്മൾ പൊരിച്ച കുബൂസില്ലേ അത് ഈ സലാഡിൻ്റെ കട്ട് ചെയ്ത് സലാഡിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് കേട്ടോ പൊമോഗ്രാനൈറ്റ് മൊളാസ്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളെ കയ്യിൽ സുമാക്ക് നല്ലൊരു കുറച്ചൊരു പുളി വരുന്ന ഒരു പിന്നെ സാധനമുണ്ട് വാങ്ങിക്കാൻ കിട്ടുന്ന, അത് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്താൽ നല്ല അടിപൊളി ഫത്തൂഷ് സലാഡാട്ടോ ഇത്. ഇതിലേക്ക് ഉറുമാമ്പഴം ഇട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെന്തായാലും ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് ഒലീവ് ഓയിലും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫത്തൂഷ് സലാഡും ഞാൻ റെഡിയാക്കി. ഇനിയിപ്പോൾ ഇതാ മട്ടൻ ഗ്രിൽ ചെയ്തെടുക്കലാണ്. അപ്പം ഏകദേശം മഗ്രിബ് മാങ്ങും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തേക്ക് നല്ല കനലായി തീ കത്തിയിട്ട് നല്ല കനലായിട്ട് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു ഗ്രില്ല്. അപ്പം നമ്മൾ ഒന്ന് വേവിച്ച മട്ടനല്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗം ഒന്ന് ഗ്രില്ല് ആ സ്മോക്കി സ്മെല്ല് വരുന്നത് വരെ ഒന്ന് വെച്ച് കൊടുത്ത് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇങ്ങനെ തേച്ച് കൊടുത്തുകൊണ്ടിരുന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ഗ്രില്ലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഒന്നും നമ്മളിതിൽ എക്സ്ട്രാ ഒരു ഫ്ലേവറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ആക്കാത്തവരാണെങ്കിൽ കുറേ മസാലയൊക്കെ ഇട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടൂല്ലേ ആ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് മട്ടൻ ഗ്രില്ല് ചെയ്താൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയും ഒരു കഷ്ണം ക്യാപ്സിക്കും കൂടി ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. 2-3 വെളുത്തുള്ളിൻ്റെ അല്ലിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ഗ്രില്ലും ഞാൻ റെഡിയാക്കി. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഹമ്മൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തതാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കലുണ്ട്. അപ്പോൾ അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയി. പിന്നെ വീഡിയോ പിന്നെ എന്തോ ചാർജ് കുറഞ്ഞതോ അങ്ങനെ എന്തോ കാരണം കൊണ്ട് വീഡിയോ പിന്നെ ഇതായിട്ടില്ല, റെക്കോർഡായിട്ടില്ല. അപ്പം പിന്നെ അത് ഞാൻ പിന്നെ ഒരിക്കൽ അതിൻ്റെ വീഡിയോ ചെയ്യാം. പക്ഷെ ഞാനിതിൽ അതിൻ്റെ പിന്നെ ഹമ്മൂസിൻ്റെ പ്ലേറ്റിങ്ങിൽ വെച്ചത് എൻ്റെ വീഡിയോയിലുണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ മട്ടൻ ഗ്രില്ല് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിൻ്റെ ശേഷമുള്ള ഡിന്നറിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അടിപൊളി റെസിപ്പീസും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.